ചിലപ്പം വേണമെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എടുത്ത് നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ആ ഫ്ലൂയിഡ് അത് വിട്ടിട്ട് പോവുകയും ചെയ്യും. അവർക്ക് ഇനി അഥവാ അവർക്ക് ടെസ്റ്റ് പോസിറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇന്റൻസീവ് ആയിട്ടുള്ള സപ്പോർട്ടീവ് കെയർ ഒക്കെ അവർ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് അവർക്ക് ക്ലോണൽ ആന്റിബോഡി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ ചില ആന്റി വൈറൽ മെഡിസിനുകളും കൊടുത്തു വരുന്നുണ്ട്. അതിന് കൊടുത്തു വരുന്ന കുറച്ച് മെഡിസിൻസ് റെംഡിസിവിർ, ഫ്ലാവിപിറാവിർ, റിബാവിറിൻ എന്നൊക്കെ പറയുന്ന ആന്റി വൈറൽ മെഡിസിൻസിലാണ്. അവിടെയുള്ള ഒരു ഇന്റൻസീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡിൻ്റെയൊക്കെ എല്ലാവരും ഡിസ്കഷനിലൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അവിടെ നിന്ന് നിർണ്ണയിക്കുകയാണ് ചെയ്യാം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പല ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ പുലർത്തിക്കൊണ്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നൽകും. എന്നിട്ട് ആ പേഷ്യന്റ് മോണോക്ലോണൽ ആന്റിബോഡി